നമ്മൾക്ക് മനസ്സിലാക്കിയെടുത്തോളം നേരത്തെ നിരോധിക്കപ്പെട്ട PFIയുടെ ദേശീയ നേതാക്കന്മാർ ഇപ്പോഴും തിഹാർ ജയിലിലാണുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ കേസിൽ ജാമ്യം കിട്ടിയിട്ടില്ല. പക്ഷേ നിരോധിക്കപ്പെട്ട PFIയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റു SDPIയുമായി ബന്ധപ്പെട്ടും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ നേതാക്കന്മാർക്കും അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് മുൻപ് തന്നെ ലഭിച്ചതാണ്. അപ്പോൾ നേരത്തെ നിരോധിക്കപ്പെട്ട PFIയുടെ ദേശീയ നേതാക്കന്മാർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ LDFുമായിട്ടുള്ള സഹകരണം ഉണ്ടാക്കുന്നതെന്നും പിണറായി വിജയൻ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും സംസാരിച്ചാൽ ഇന്ത്യ രാജ്യത്തെ കോടതികളിൽ നിന്നും നിയമാനുസൃതമായി ജാമ്യം നേടേണ്ട കേസുകളിൽ നിന്നും കൃത്യമായിട്ട് നിയമ നടപടികൾക്കപ്പുറം അവർ ഉദ്ദേശിച്ചാൽ ജാമ്യം ലഭിക്കുമെന്നാണ് KM ഷാജി പറയുന്നത്. അതായത് ഡീലുകൾ നടത്തിയാൽ, പിണറായി വിജയനുമായിട്ട് ഡീല് നടത്തിയാൽ ആ കാര്യം പിണറായി വിജയൻ ശരിയാക്കി തരും, ജാമ്യം ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നുള്ളത്. ഏതായാലും ഷാജിയുടെ ഒരു നിരീക്ഷണം ഇങ്ങനെ ആയിരിക്കുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം എന്നുള്ളത് അത് ജമാഅത്ത് കേന്ദ്രങ്ങളിൽ നിന്നും സ്ട്രാറ്റജികൾ തീരുമാനിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു സ്രോതസ് വഴിയാണ് ഷാജിക്ക് ഇത്തരം ഒരു വഴികൾ കിട്ടുന്നത് എന്നതാണ്. അതിൻ്റെ ബാക്കി മീഡിയ ഒന്നിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് കാണാം. പല രീതിയിൽ വേട്ടയാടപ്പെടുന്ന ഒരു വിഭാഗം കൂടിയാണ് SDPI. അർത്ഥത്തിൽ കേന്ദ്ര ഭരണകൂടത്താൽ വേട്ടയാടപ്പെടുന്നവരാണ്. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പാണോ, അതല്ല മറ്റെന്തെങ്കിലും ഡീലാണോ, ഇതൊന്നും നമുക്കറിയില്ല. അവിടെ അജിംസ് പറഞ്ഞുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. വേറെ എന്തോ ചില കാര്യങ്ങൾ, ചില ഉറപ്പുകൾ ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ ലോക്കൽ ഇഷ്യൂവിന്റെ പേരിലൊന്നും ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല. ലോക്കൽ ഇഷ്യൂ ഉണ്ട്. ലോക്കൽ ഇഷ്യൂവിന്റെ പേരിലാണ് ചെയ്തതെങ്കിൽ കഷ്ടം. മറ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലാണെങ്കിൽ SDPIയുടെ അവരുടെ അടിസ്ഥാനം തന്നെ അവർ ഇല്ലാതാക്കിയിരിക്കുകയാണ്. മഹാകഷ്ടം. അതെ. അപ്പം ഇതവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് SDPIയുടെ സ്ഥാനാർത്ഥിത്വം വരുന്നത്. SDPI കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടില്ല. അപ്പോൾ SDPIയുടെ സ്ഥാനാർത്ഥി ആരാണ്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഷ്റഫ് ബഡാജെ എന്ന പേരിൽ മത്സരിച്ച കക്ഷിയാണ് ഇത്തവണ MK അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് KM അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് മത്സര രംഗത്ത് വരുന്നത്. അതെന്തിനത്? അത് ആളുകൾ സംശയിക്കുമല്ലോ. അഷ്റഫ് ബഡാജെ പൊടുന്നനെ 2 മാസം കഴിയുമ്പോഴേക്ക് KM അഷ്റഫായിട്ട് മാറുകയാണ്. അങ്ങനെ മത്സരിക്കുകയാണ്, വലിയ തോതിൽ പ്രചാരണം നടത്തുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ഇല്ല. അങ്ങ് ഇതുവരെ മത്സരിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ഞാൻ 2010 എന്റെ വാർഡിൽ മത്സരിച്ചിരുന്നു. അന്ന് അഷ്റഫ് KM തന്നെയാണ് ഞാൻ മത്സരിച്ചത്. പെട്ടെന്ന് ഒരു സംഘടനാ തർക്കമാക്കി മാറ്റി. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള വലിയ തോതിലുള്ള സംഘടനാ വിഴുപ്പലക്കലിന്റെ ഒരു സന്ദർഭമാക്കി അതിനെ മാറ്റി. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു വിദൂര ബന്ധം പോലുമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമി ചിത്രത്തിലേക്ക് വരുന്നു. ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഈ പറയുന്ന സൈബർ കടന്നലുകളല്ല, ഉത്തരവാദപ്പെട്ട